വണ്ടിയുടെ പാർട്സ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ജ്യൂസ് ഉണ്ടായിരുന്നു, അതാണ് ആ സ്മെല്ല് വരാൻ കാര്യം. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നമ്മൾ അറിഞ്ഞില്ല സംഭവം, അതാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് പിടിപ്പിക്കാം. തൽക്കാലം നമ്മുടെ വണ്ടി ഒന്ന് പെട്ടെന്ന് തന്നെ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് സെറ്റപ്പ് ആയിട്ട് വരാം. ലെറ്റ്സ് ഗോ. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറും കൂടി വന്നത്. മച്ചാനെ കേറി വാ. കാർ ക്ലീനക്സ്. മച്ചാനെ പറ, എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടി? പറ. മൊബൈൽ കാർ വാഷാണ്, ഫോം വാഷ് ഉണ്ട്, സ്റ്റീം വാഷ് ഉണ്ട്, പിന്നെ സാനിറ്റൈസിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് സാധനം. അപ്പൊ ഇത് വെച്ചു ഇതിനകത്ത് തന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാം ഉണ്ട്. ഒന്ന് കാണാതെ എടാ വെള്ളമുണ്ടല്ലേ? വെള്ളമുണ്ട്, ജനറേറ്റർ ഉണ്ട്. തുനിഞ്ഞിറങ്ങി ഇതല്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ എവിടെ ഗ്യാരേജിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഇവൻ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യും. സ്റ്റീം വാഷ് ഉണ്ടല്ലേ? സ്റ്റീം വാഷ് ഉണ്ട്. സ്റ്റീം വാഷ് ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. വണ്ടി സൂപ്പർ ആയിട്ടാ, നല്ല ബ്രാൻഡ് ന്യൂ വണ്ടി പോലെ. വെള്ളമൊന്നും അത്ര ആയിട്ടൊന്നുമില്ല, പക്ഷെ ക്ലീനായി, ഒരു രക്ഷയില്ല. ബിസിനസ് ഒക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് കൊടുക്കുന്നത്? അതായത് എത്ര കിലോമീറ്ററിനുള്ളിലാണോ, ഏത് ജില്ലയിലാണോ? അല്ല, ചേർത്തലയിലാണ്. 10 കിലോമീറ്റർ ചുറ്റുള്ള ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട് മൊബൈൽ കാർ വാഷ്. ആണല്ലേ? എൻ്റെ ഒരു അറിവ് പ്രകാരം നീയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് വീണിട്ടുണ്ടായിരുന്നു. ഇവനായിരുന്നു നമ്മുടെ തല തിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കട്ടെ, ഇപ്പോൾ സ്മെല്ല് അങ്ങ് പോയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങിച്ചാൽ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല വെയിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല ക്ലീൻ ആയിരുന്നു. ഇനിയിപ്പം സാധനം സ്മെല്ലൊക്കെ മാറിയിട്ട് സോ ഹാപ്പി. നമ്മുടെ പൊടിയൊക്കെ ഇവിടുന്ന് എല്ലാ ആവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനം മിസ്സിങ് ആണ്, അത് പിടിപ്പിക്കണം. നമ്മുടെ ബോൾട്ട് കുട്ടൻ കിടക്കുന്നു. ഇവനെ ഞാൻ പിന്നെ വല്ലതും ചെയ്തോളാം. എടാ നീ ഓക്കെ അല്ലടാ? ഗോസ്റ്റ് ബ്രോ നീ ഓക്കെ അല്ലടാ? വിട്. അങ്ങനെ ഗായ്സ്, സമയം ഇപ്പോൾ 7 മണിയായിരിക്കണം. എനിക്ക് 8 മണിക്കുള്ളിൽ ഈ വീഡിയോ ഇടണം. മച്ചാനെ വണ്ടിയൊക്കെ പൊളപ്പനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നമ്മൾ 2 വണ്ടി നല്ല തിളങ്ങി നിൽക്കുന്നത്. അത് മാത്രമല്ല മറ്റേതിൻ്റെ സ്മെല്ല് പോയിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ നമ്മൾ ചെയ്തോ പറ? സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്, സ്മോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫോം വാഷ് ചെയ്തു. നിങ്ങൾ ഇതല്ലാതെ വേറെ എക്സ്ട്രാ എന്താ പരിപാടി സർവീസ് കൊടുക്കുന്നത്? നമ്മൾ സോഫ സെറ്റ് വീടുകളിൽ പോയി ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സോഫ സെറ്റ് എന്നുള്ള സാധനമല്ലോ നമുക്ക് ഉള്ളിൽ അങ്ങ് നമുക്കായിട്ട് കഴുകാൻ പറ്റത്തില്ല. നമുക്ക് കൂടി കഴിഞ്ഞാൽ വാക്യൂം ചെയ്യാൻ പറ്റും, അത്രേ പറ്റും. പക്ഷേ ഇവർ നല്ല സ്റ്റീം ചെയ്ത് സാധനം ഹൈജീനിക് ആയിട്ട് കൊടുക്കും അല്ലേ? അതുപോലെയല്ലേ ഈ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യണം അതില്ല. ഞാൻ ഇവരെ എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഇവിടെ വന്ന് ഒരു സർവീസ്, ഞാനിന്ന് പുറത്തോട്ട് പോയപ്പോൾ തന്നെ കുറേ സ്ഥലത്ത് വണ്ടി കഴിയാൻ വേണ്ടി നോക്കിയായിരുന്നു. എല്ലായിടത്തും മുടിഞ്ഞേക്കും. ഇതാകുമ്പോഴത്തേക്കും സെയിം റേറ്റിൽ വീട്ടിൽ വന്ന് അധികം വെള്ളമില്ലാണ്ട് നല്ല കെയർ ആയിട്ട് പേഴ്സണലൈസ് ഇവർ ചെയ്യും. ഇത് ബൂസ്റ്റിംഗ് അല്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ. ആലപ്പുഴയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മച്ചാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്റെ പേര് കാർ ക്ലീനക്സ്. ഇവൻ മാത്രമല്ല കേട്ടോ, അതേ ഒരുത്ത് മാറി നിൽപ്പുണ്ട്. അങ്ങനെ ഇവനെ വിളിച്ചപ്പോ ഇവന് ഭയങ്കര ജാറ. ഇവൻ പറയാൻ വേണ്ട, ഇവൻ ഞാൻ എടുത്തുള്ളൂ. ചേട്ടനാനിയാണ് കേട്ടോ. ഇവർ രണ്ടും കൂടി നടത്തുന്നൊരു സംഭവമാണ്. ദുബായിലായിരുന്നു സംഭവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വെഞ്ചർ വന്നിരിക്കണം. അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇവന്മാരെ ഹാൻഡിൽ ചെയ്യും. സോ നമ്പർ താഴെ കൊണ്ട് ചെക്ക് എടുക്കാം.